ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷുഫലത്താൽ കോടീശ്വര യോഗം, അതായത് ലോട്ടറി ഭാഗ്യം പോലുള്ള യോഗങ്ങൾ, അതായത് കോടീശ്വരന്മാരാകാൻ യോഗമുണ്ടാകുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി, രേവതി, തൃക്കേട്ട, പുണർദം, ആയില്യം, ചോതി എന്നിവയാണ് ആ നക്ഷത്രങ്ങളിൽ പെടുന്നത്. ഇവർക്ക് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ അല്പം കൂടുതലായിരിക്കും. അതായത് വ്യാഴം ഇവർക്ക് 11ലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ലോട്ടറി അല്ലെങ്കിൽ ലോട്ടറിക്ക് തുല്യമായിട്ടുള്ള സംഗതികൾ, അതായത് മറ്റ് ഭാഗ്യ പരീക്ഷണങ്ങളിലൊക്കെ ഇവർക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ദർശനം നടത്താൻ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങൾ ഇവർ തുടങ്ങാൻ ആരംഭിച്ചിരിക്കുന്നുവോ, ബിസിനസ്സൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇവർ ഗുരുവായൂർ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാഹിച്ചതിന് ശേഷം മാത്രം അതിലോട്ട്, അതായത് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ ശ്രദ്ധിക്കുക. അതെല്ലാം തന്നെ ഇവർക്ക് ഗുണമായി വന്ന് ഭവിക്കുന്നതായിരിക്കും. ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ തന്നെ അത് വൻ വിജയമായിരിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷനൊക്കെ കിട്ടാനും ഉള്ള ജോലിയിൽ തന്നെ പ്രമോഷൻ കിട്ടുന്നതിനും അതുപോലെ പുതിയ ജോലി കിട്ടുന്നതിനും ഒക്കെയുള്ള നല്ലൊരു സമയമായിരിക്കും ഈ വിഷു എന്ന് പറയുന്നത്. വിഷുവിന് ഇവർ കൈനീട്ടം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇവരുടെ ഭാഗ്യാനുഭവം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. അതുകൊണ്ട് കൈനീട്ടം സ്വീകരിക്കുക. ഇവർക്ക് കഴിവതും ഇവരുടെ കൈ കൊണ്ടാകും കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വസ്തുവകളും വീടും ഒക്കെ വാങ്ങാൻ ഇവർക്ക് യോഗം ഉണ്ടാകുന്നതാണ്. അതായത് വസ്തുക്കളും വീടുകളും ഒക്കെ ഇവർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആഭരണങ്ങളൊക്കെ വാങ്ങാനും യോഗമുണ്ട്. അതായത് കിട്ടാതെ കിടന്നിരുന്ന പിതൃക്കളുടെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ ഇവർക്ക് യോഗം ഉണ്ട്. അതായത് പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒക്കെയുള്ള സ്വത്തുക്കൾ, അതായത് നമ്മുടെ മുത്തശ്ശന്മാരുടെ സ്വത്തുക്കൾ എന്തെങ്കിലും പ്രശ്നത്തിന് നമുക്ക് ഒക്കെ മുടങ്ങിക്കിടന്നിരുന്നതാണെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള യോഗവും, അങ്ങനെ പല രീതിയിൽ ഏത് ചെന്ന് തൊട്ടാലും ഇവർക്ക് ഭാഗ്യ അനുഭവമായിരിക്കും ഈ നക്ഷത്രക്കാർക്കുണ്ടാവുക. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ യോഗമുണ്ട്. അതുപോലെ എല്ലാ അർത്ഥത്തിലും ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും. അതുപോലെ എപ്പോഴും ഇവർ കൃഷ്ണാരാധന, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുക. ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിച്ചു കൊള്ളുക. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.